നമസ്കാരം. സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ കയറിയ മോഷ്ടാവ് രക്ഷപ്പെട്ടത് പൈപ്പിലൂടെ ഊർന്നിറങ്ങി. കുട്ടികളുടെ മുറിയിൽ കയറിയ കള്ളനെ കണ്ട ആയ ബഹളം വെച്ചതോടെ ഓടിയെത്തിയ സെയ്ഫ് അലി ഖാനെ മോഷ്ടാവ് കുത്തുകയായിരുന്നു. കത്തിയൊടിഞ്ഞ് ശരീരത്തിൽ തുളച്ചു കയറിയിട്ടും സെയ്ഫ് കള്ളനെ വിട്ടില്ല. ശരീരം നുറുങ്ങുന്ന വേദനയ്ക്കിടയിലും പ്രതിയെ വീടിനുള്ളിലാക്കി നടൻ വാതിലടച്ചു. എന്നാൽ മുറിയിൽ നിന്നും കുളിമുറിയിൽ കയറിയ പ്രതി വന്ന വഴി പൈപ്പിലൂടെ ഊർന്നിറങ്ങിയ ശേഷം സ്റ്റെപ്പ് വഴി തിരിച്ചിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. രാവിലെ 7 വരെ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങിയ തുടർന്ന് ട്രെയിനിൽ മധ്യ മുംബൈയിലെ വർളിയിലിറങ്ങി. എന്നാൽ പ്രതിയെ പോലീസ് ഉടനടി പിടികൂടുകയായിരുന്നു. പ്രതി മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷഹ്സാദിന്റെ ബാഗിൽ നിന്നും ചുറ്റിക, സ്ക്രൂ ഡ്രൈവർ, നൈലോൺ കയർ എന്നിവ പോലീസ് കണ്ടെടുത്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. സെയ്ഫ് അലി ഖാൻ താമസിക്കുന്ന 13 നില കെട്ടിടത്തിൽ 8 നില വരെ സ്റ്റെപ്പ് കയറിയ പ്രതി തുടർന്ന് 11ാം നിലയിലേക്കുള്ള പൈപ്പിലേക്ക് വലിഞ്ഞു കയറി. അതുവഴി നടന്റെ വീട്ടിലെ കുളിമുറിയിലേക്കും തുടർന്ന് മകന്റെ കിടപ്പുമുറിയിലേക്കും പ്രവേശിച്ചു. ആയ ബഹളം വെച്ചതിനെ തുടർന്ന് എഴുന്നേറ്റ് വന്ന സെയ്ഫ് അലി ഖാനെ പ്രതി ആക്രമിക്കുകയായിരുന്നു. ബംഗ്ലാദേശ് സ്വദേശിയാണ് പ്രതി. ബംഗ്ലാദേശിൽ നിന്നും 5 മാസം മുൻപാണ് ഇയാൾ ഇന്ത്യയിലെത്തിയത്. മോഷണത്തിനാണ് കെട്ടിടത്തിൽ കയറിയതെന്നും സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നെന്നും പ്രതി മൊഴി നൽകി. വിജയദാസ് എന്ന പേരിൽ വിവിധ ഹോട്ടലുകളിൽ ഹൗസിംഗ് കീപ്പിംഗ് ജോലി ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പ്രതി ബംഗ്ലാദേശിയാണെന്ന പോലീസ് ആരോപണത്തെ അയാളുടെ അഭിഭാഷകൻ ചോദ്യം ചെയ്തു. പ്രതിക്കായി 2 അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 2:30-ക്കാണ് ബാന്ദ്ര വെസ്റ്റിലെ 11ാം നിലയിലെ വസതിയിൽ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ടത്. സംശയത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ നിന്ന് 3 പേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇവരെ പിന്നീട് വിട്ടയച്ചു.